ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു സിമ്പിൾ നെക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്ക് ഞാനിവിടെ നമ്മുടെ മെറ്റീരിയലിലേക്ക് ഡയറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് പേപ്പറിലേക്ക് മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം സിമ്പിളായിട്ടുള്ളൊരു നെക്കാണ്. അപ്പോൾ നമ്മുടെ നെക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ 5.5 ഇഞ്ചും നെക്ക് വിഡ്ത്ത് 6 ഇഞ്ചുമാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഒരു വി നെക്കാണ്, കറക്റ്റ് ഒരു വി എന്ന് പറയാൻ പറ്റത്തില്ല, നല്ല ഡീപ്പായിട്ടുള്ളൊരു വി ആണ് കേട്ടോ വരച്ചെടുത്തേക്കുന്നത്. 1.25 ഇഞ്ചാണ് ബോർഡറായിട്ട് കൊടുത്തേക്കുന്നത്. ഇത് നെക്കിൻ്റെ കറക്റ്റ് നെക്ക് ലൈനും നെക്ക് ലൈനിൻ്റെ തൊട്ടടുത്തുനിന്ന് 1.25 ഇഞ്ചിനാണ് നമ്മളിവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ഡോട്ട് ഞാൻ കൊടുത്തേക്കുന്ന പോർഷനിൽ നമുക്ക് സ്റ്റോൺസ് ആണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ബാക്കി വരുന്ന ഏരിയസിലൊക്കെ നമുക്കിതുപോലെ ഷുഗർ ബീഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ രണ്ട് ബോർഡർ ലൈനില്ലേ, ഈ രണ്ട് ബോർഡർ ലൈനിൽ നമുക്ക് കട്ട് ബീഡ്സ് ആണ് വെച്ച് കൊടുക്കേണ്ടത്. വളരെ ഈസിയാണ്, സിമ്പിളായിട്ട് ചെയ്യാം. നമുക്കൊരു പാക്കറ്റ് ബീഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഞാൻ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് വേണ്ട ക്ലിപ്പ് സ്റ്റോൺസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒത്തിരി വീഡിയോയിൽ ക്ലിപ്പ് സ്റ്റോൺസ് ഒരുപാട് പേര് ഡൗട്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ സ്റ്റോൺസിൻ്റെ ബേക്കിൽ ഇതുപോലെ ഹോളുണ്ട് കേട്ടോ, 4 ഹോളുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റോൺ ആണ് കേട്ടോ. ഇതാണ് ക്ലിപ്പ് സ്റ്റോൺസ്. പിന്നെ നീഡിൽ നമ്പർ 12 എടുത്തിട്ടുണ്ട്. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന ബ്ലാക്ക് ആണ്, അപ്പം ബ്ലാക്ക് കളർ നോർമൽ സ്വിങ് ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ച് മതി കേട്ടോ. നമുക്ക് ഓരോ പാക്കറ്റ് ബീഡ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനേ ഉള്ളേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ അത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വലിയ ഡോട്ട് കൊടുത്തേക്കുന്ന പോർഷൻസ് നമുക്കിതുപോലെ സ്റ്റോൺസ് വെച്ച് കൊടുക്കേണ്ടതാണ്. 4 ഹോളുണ്ട്, അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഹോള് സ്റ്റിച്ച് ചെയ്ത് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഷുഗർ ബീഡ് സ്പ്രെഡിങ് ആയിട്ടാണ് കൊടുക്കുന്നത്. 2 ബോർഡറിലും നമുക്ക് കട്ട് ബീഡ് വെച്ചെടുക്കാം. വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെയാണ് കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് സ്റ്റോൺസും ഷുഗർ ബീഡ്സും വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഈ 2 ലൈൻ ബോർഡർ ലൈൻ വരച്ചിട്ടില്ലേ, താഴത്തും മേളത്തും ബോർഡർ ലൈൻ വരച്ചിരിക്കുന്ന ഭാഗത്ത് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്ത് പോരുവാണേ വേണ്ടത്.
ഓക്കെ, അപ്പോൾ കണ്ടോ, ഇതുപോലെയാണ് കേട്ടോ നമുക്ക് 2 ബോർഡർ ലൈനും ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് വെക്കേണ്ടത്. ബാക്കി നമുക്ക് ഈ ഒരു 1.25 ഇഞ്ചിലും ഇതുപോലെ ക്ലിപ്പ് സ്റ്റോൺസും ഷുഗർ ബീഡ്സും വെച്ച് എടുക്കുവാണേ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത്. നെക്ക് ലൈനിൽ വൈഡായിട്ടുള്ള വീനക്കാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ക്ലിപ്പ് സ്റ്റോൺസും കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 സ്ലീവിൻ്റെയും ബോർഡറായിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 3-3.5 ഇഞ്ചോളം നമുക്ക് സ്ലീവിൽ ചെയ്തെടുക്കാം. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന ബ്ലാക്ക് കളർ ജോർജറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാനുള്ളൊരു വർക്കാണ്. എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.